ഹായ്. 20 രൂപയുടെ ടിക്കറ്റ് എടുത്താ ഈ കാണുന്ന മാളികയിലേക്ക് നമുക്ക് കയറാം. ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ്. പാലസ് എന്ന വാക്കിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാ അതെനിക്കറിയില്ല. പക്ഷേ വേനൽച്ചൂടിന്നും വലിയൊരാശ്വാസമാണ് ഇവിടുത്തെ ഓരോ മുറികളും ഹാളും എല്ലാം. ഒരു ചരിത്ര സ്മാരകം എന്ന നിലയിൽ മനോഹരമായി തന്നെ ഇത് പരിപാലിച്ചു പോരുന്നുണ്ട്. പക്ഷേ പാലസിനെ കുറിച്ചോ ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചോ എങ്ങും ഒരു നോട്ട് പോലും കണ്ടില്ല. കാര്യം വിരൽത്തുമ്പിലെല്ലാം ഇപ്പോൾ ഇൻഫർമേഷൻസും കിട്ടുമെങ്കിലും ഒരു വസ്തുവിനെ ലൈവായി കാണുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി കൂടി അറിഞ്ഞിരുന്നെങ്കിൽ കാഴ്ചക്കാർക്ക് കുറച്ചുകൂടെ അർത്ഥമുണ്ടായെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി കണ്ടുപിടിച്ച കുറച്ച് അറിവുകൾ പറഞ്ഞുതരാം. 1791 ഇത് നിർമ്മിച്ചത്. അതായത് ഏതാണ്ട് 2 നൂറ്റാണ്ടായി ഈ നിർമ്മിതി ഇവിടെ നിൽക്കുന്നു. മുഴുവൻ കൊട്ടാരവും തേക്കോട് നിർമ്മിച്ചതാണ്. ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ഇവിടെ വെച്ചാണ് എടുത്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. കൊട്ടാരത്തിന്റെ മതിലുകളിൽ മഞ്ഞയും പച്ചയും ചുവപ്പും ഉപയോഗിച്ചുള്ള ആർട്സ് നമുക്ക് കാണാൻ കഴിയും. ഒന്നോ രണ്ടോ ഇടത്ത് മാത്രമേ ഇപ്പോൾ അത് കാണാൻ കഴിയൂ. കാലത്തിനനുസരിച്ച് മാഞ്ഞു പോയതാവാം. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാമൂഹ്യ ദ്രോഹികളൊക്കെ ഇല്ലാതാക്കിയതും ആകാം. മുറികൾ പൊതുവേ വലിപ്പം കുറഞ്ഞതാണ്. അത് 2 വശങ്ങളായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മധ്യഭാഗം ദർബാർ ഹാൾ എന്നറിയപ്പെടുന്നു. ഇവിടെ വെച്ചായിരിക്കണം പല മീറ്റിംഗ്സും രാജകീയ വിരുന്നുകളും ഒക്കെ നടന്നിട്ടുണ്ടാവുക. കൊട്ടാരത്തിന് ചുറ്റും മനോഹരമായ തോട്ടങ്ങളും ആ പഴയ കാലത്തിന്റെ ശാന്തതയും ഇന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. 2 വശങ്ങളിലായി സ്റ്റെയർസ് കൊടുത്തിട്ടുണ്ട്. അത് ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് ഒരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് പാലസിന്. ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു വാളിന്റെ പിക്ചറും അവിടെ കാണാം. ടിപ്പു സുൽത്താൻ പിടിച്ചിരിക്കുന്ന പിക്ചർ തന്നെയാണ്. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. സ്വർണവും മരതകക്കല്ലും പതിപ്പിച്ച ഒരു വാൾ ഉണ്ടായിരുന്നത്രേ. ബ്രിട്ടീഷുകാർ തന്നെ തോൽപ്പിക്കുന്നത് വരെ അത് യൂസ് ചെയ്യില്ലെന്നൊരു ശപഥവും ചെയ്തിട്ടുണ്ടായിരുന്നത്രേ. ടിപ്പു സുൽത്താന് ശേഷം ആ വാൾ ബ്രിട്ടീഷുകാർ പാർട്സ് ആക്കി ലേലം ചെയ്തു എന്നാണ് കഥകൾ. അതുപോലെ തന്നെ ഇവിടുത്തെ വാളിൽ ധാരാളം ജോമെട്രിക് ഷേപ്പിലുള്ള കർവിങ്സ് കാണാം. കേവലം ഭംഗി മാത്രമല്ല കേട്ടോ, ചൂട് നിയന്ത്രിക്കാനുള്ള ഒരു സൂത്രവിദ്യ കൂടി ഇതിലുണ്ട്. അതുകൊണ്ടാവാം സമ്മർ പാലസ് എന്ന പേര് അന്വർത്ഥമാകുന്നത്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ഹിസ്റ്ററി, സിറ്റിയിലെ തിരക്കുകളിൽ നിന്നും മാറി ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. വീക്കെൻഡ്സിൽ അധികം തിരക്കില്ലാത്ത ഒരിടം.